Hello guys, welcome back to my YouTube channel. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ആലപ്പുഴയ്ക്കാണ് പോകുന്നത്. നമ്മുടെ കൊളീഗിൻ്റെ കുട്ടീൻ്റെ മാമുദിസിക്ക് പോകുന്നത്. അപ്പം ഞാൻ മാത്രമല്ല, കൂടെ ഒരു 3 ആൾക്കാരും കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് വഴിയെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് പ്രിയാണ് എൻ്റെ കൂടെ ഇവിടെ നിന്ന് കയറണത്. സൗത്തിൽ എവിടെയാണ് ടിക്കറ്റ് കൗണ്ടറെന്ന് പോലും നമുക്കറിയില്ല. കാരണം ഞാനിവിടെ 5 വർഷമായിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ സൗത്തിൽ നിന്ന് ട്രെയിൻ കയറിയിട്ടില്ല. അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ള ബാക്കി എല്ലാവരെയും കണക്ട് ചെയ്ത് ഞങ്ങൾ പോവുകയാണ്. അത് പ്രിയ ആൻഡ് ബാക്കിൽ ഇത് ശില്പ ചേച്ചി ആൻഡ് 1 more ആളും കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ 3ാമത്തെ ആൾ ഇതാണ്, ശുഭ എന്നാണ് ആളുടെ പേര്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് സൗത്തിൽ നിന്ന് ട്രെയിൻ കയറുന്നത്. ഓൾറെഡി ട്രെയിൻ അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിൻഡോ സീറ്റാണ് നമ്മളെ ലക്ഷ്യം. എല്ലാവർക്കും ആസ് യൂഷ്വൽ നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ വിൻഡോയിൽ ഇരിക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കയറി സ്ഥലം പിടിച്ചിട്ടുണ്ട്. പൊതുവേ എനിക്ക് ട്രെയിനിൽ നിന്ന് സാധനങ്ങളൊന്നും കഴിക്കണത് ഇഷ്ടമല്ല. എന്നാലും കാലത്ത് തന്നെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു കോഫിയെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. കുഴപ്പമില്ല, 10 രൂപേൻ്റെ കോഫി ആയിരുന്നു അത്. അതിനനുസരിച്ചുള്ളൊരു അത് തന്നിട്ടുണ്ട് നമുക്ക്. എന്ത് ഓക്കെ മാം, അഞ്ജലി ചേച്ചി ഈ സൈഡിൽ വെക്കോ അത് അപ്പുറത്തൂടെ കളയോ? ഓടിത്തുടങ്ങുമ്പോ കളയാം എന്നാണ് നിയമം. ഞാൻ വെറുതെ പറഞ്ഞ മധുരം ഭയങ്കര കൂട്ടിയിട്ടുണ്ട്. ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ എല്ലാ മൂവീസിലും നല്ല ഹീറോയിൻസിൻ്റെ കുറേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടും. ആ ഒരു രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ നോക്കിയത്. പക്ഷെ എനിക്ക് മാത്രം കോമഡി ആയിപ്പോയി. ഈ മുടിയൊക്കെ അങ്ങോട്ട് പടർന്ന് പന്തലിച്ച് പോയി. ഞങ്ങളങ്ങനെ ആലപ്പുഴ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. അത് വേറൊരു കാര്യം. അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം 1 o'clock-നാണ്. പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോൾ 9 മണിക്ക് മുന്നേ നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം കുറച്ച് ആലപ്പുഴ കുറച്ചെങ്കിലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ആലപ്പുഴയ്ക്ക് പോകുന്നത്. അവിടെ നമ്മൾ ഓട്ടോയിൽ നമ്മൾ ട്രാവൽ തുടങ്ങി. ഓട്ടോക്കാരൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു, ചേട്ടാ ഇവിടെ ശിക്കാരി വെള്ളം എവിടെയാണ്? നമുക്ക് ശിക്കാരി വെള്ളത്തിൽ കയറണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്തത്. ആൻഡ് ആ പോണ വഴിയൊക്കെ ഭയങ്കര ഒരു വിൻറ്റേജ് ടച്ചായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഏതൊക്കെയോ സിനിമയിൽ ഈ ഒരു ഏരിയ ഒക്കെ കണ്ട പോലെയാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അതാണ് എനിക്ക് എടുത്തിട്ട് മതി വരാത്ത എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയണ പോലെ ഈ ഒരു പ്രകൃതി രമണീയത ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. ഒരു വിൻറ്റേജ് ടച്ചായിരുന്നു എല്ലാ സ്ഥലത്തിനും. ആൻഡ് ഈ ഒരു കനാൽ എന്ന് പറയുന്നത് അങ്ങ് അറ്റം വരെ ഞങ്ങൾ പോയ എല്ലാ വഴിയിലും ഈ ഒരു കനാൽ കണക്റ്റഡ് ആയിരുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മൾ ശിക്കാരി വെള്ളത്തിൻ്റെ അവിടെ എത്തി. ഇതാണ് ഈ പറയുന്ന ശിക്കാരി എന്ന് പറയുന്നത്. ഞങ്ങൾ 4 പേരായതുകൊണ്ട് തന്നെ ഒരു ശിക്കാരി വെള്ളത്തിൽ ഒരു 6 പേർക്ക് 7 പേർക്ക് ഒന്നാണ് ഇരിക്കാൻ പറ്റുക. പക്ഷേ അവർ ഒറ്റ വെള്ളമായിട്ടാണ് നമുക്ക് തരാം. അപ്പോൾ ആ ഒരു ഫുൾ വെള്ളത്തിൻ്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മൾ 4 പേരായതുകൊണ്ട് നമ്മളിൽ നിന്ന് 1500 രൂപയാണ് അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 4 പേരും ആയിക്കോട്ടെ, പക്ഷെ അതിലിരിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ അത്രയും ആൾക്കാരിൽ കയറ്റാം. ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ പോയത്. ആൻഡ് ബാക്കിയുള്ള കാഴ്ചകൾ ഞാൻ പറയണേക്കാൾ നല്ല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സംഭവം എന്താണെന്നുണ്ടെങ്കിൽ ഇതിലെങ്ങനെ കയറണ്ടേന്ന് ശീലമില്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ചവിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇതായിട്ട് പോവില്ലേ, ആ ഒരു രീതിയിൽ. പക്ഷേ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എടുക്കാൻ പറ്റുള്ളൂ. അയ്യോ, നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ ഈ പോണത് പുന്നമടക്കായലിലാണ്. അപ്പം ഞങ്ങളെ കൂടി ഉണ്ടായിരുന്നത് ഓടിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇവിടെയാണ് വള്ളംകളി സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് അവിടെയാണ് എൻഡ് ചെയ്യുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ, നെഹ്റു സ്റ്റേഡിയം അങ്ങനെ എന്തോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ശരിക്കും ഒരു സിനിമാറ്റിക് വൈകിട്ടാണല്ലേ ഹൗസിംഗ് ബോട്ട്.
നെഹ്റു വള്ളം കളി നടക്കുന്ന ഇതിന്റെ ഉള്ളിലാണ്. ഓക്കെ ഓക്കെ. നെഹ്റു സ്റ്റേഡിയം നെഹ്റുവിൽ ഗോൾഡ് കളർ. ഇതാണ് ഗോൾഡ് പ്രതിമ നിൽക്കണത് നെഹ്റു സ്റ്റേഡിയം. ഇതിന്റെ ഉള്ളിലാണ് വള്ളം കളി. നേരെ പടക്കുരു റെഡ് ബ്രിഡ്ജ് കാണുന്നുണ്ടോ? അതാ സ്റ്റാർട്ടിംഗ് പോയിന്റ്. റെഡ് ബ്രിഡ്ജ് കണ്ടാ? ഇല്ലല്ലേ, ബ്രിഡ്ജ് കണ്ടിട്ടില്ല. അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ ഫിനിഷിംഗ് പോയിന്റ് ഇവിടെയോ? നമുക്ക് മാറ്റം വെക്കണം. നമ്മൾ 2 hours-ൻ്റെയാണ് ഈ ഒരു 1500 പറഞ്ഞത് കേട്ടോ. 4 hours 5 hours ഒക്കെ അവർക്കുണ്ട്. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഒരു സ്പീഡ് ബോട്ട് കണ്ടില്ലേ, ഇതിൽ 10 മിനിറ്റിന് 300 രൂപ പറഞ്ഞുകൊണ്ട് നമ്മൾ പോയില്ല. നമ്മൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും പോയിട്ട് ആ വള്ളത്തിൽ തന്നെ അവിടെ ഒരു കടയിൽ നിർത്തി നമ്മൾ അവിടെ നിന്ന് നല്ല ഫുഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നാച്ചുറൽ ടേസ്റ്റ് എന്ന് പറയില്ല. അപ്പോൾ താറാവ് റോസ്റ്റാണ് കഴിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. കാലിന് പക്ഷെ ഒരു ചൊവ്വയുണ്ട്, അത് ഇവിടുത്തേതായിരിക്കും. ഫുഡൊക്കെ കഴിച്ച് വി ആർ ഗോയിങ് ടു ദി ബോട്ട്. എൻ്റെ ഇവിടെ ഉള്ളവർക്ക് പുറത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വള്ളത്തിലേ പോകാൻ പറ്റുള്ളൂ. കാരണം വേറെ ഒരു ബസ് റൂട്ടോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല. എന്താവശ്യത്തിന് പോകണമെങ്കിലും അവർക്ക് വെള്ളത്തിൽ തന്നെ പോകണം. അപ്പം ഞാൻ ആലോചിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ അവരത് എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളത്. ഞാൻ തിരിച്ചു വരുമ്പോൾ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ തന്നെ ഇരുന്നത്. കാരണം അവിടെ ഇരുന്നിട്ട് നമ്മൾ കാണുമ്പോൾ ഭയങ്കര രസമാണ്. അവിടെ നമ്മളിങ്ങനെ തന്നെ ഇരിക്കണം. ശരിക്കും ഇങ്ങനെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ അപ്പുറത്തിപ്പുറത്തും കുറേ പച്ചപ്പും ഹരിതാപയും നടുക്ക് നമ്മളിങ്ങനെ. നിങ്ങൾ എന്തായാലും ആലപ്പുഴ പോകുമ്പോൾ നിങ്ങളിത് എൻജോയ് ചെയ്യണം. അനന്തശൈലം ശില്പ ചേച്ചിയുടെ അനന്തശൈലം. എന്തൊരു കണ്ണീര് കണ്ണീരിലെ കണ്ണാടി. അലസതല്ലേ? ആൻഡ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പീഡ് ബോട്ടിൻ്റെ കാര്യം കേട്ടോ. അത് 10 മിനിറ്റിന് 300 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിൽ നിന്ന് തന്നെ ആ സ്പീഡ് ബോട്ടിലോട്ട് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് ചൂസ് ചെയ്തില്ല. 10 മിനിറ്റിന് 300 രൂപ കുറച്ച് കൂടുതലില്ലേന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് അഡ്വഞ്ചറസ് ആണ് ആ സംഭവം. വീഗാലാൻഡിൽ മറ്റൊരു സംഭവല്ലേ, എന്തായാലും എന്റെ പേര് ഒരു അയാളെന്ത് പറയും, എല്ലാ സാധനം ഇങ്ങനെ പോത്ത് എന്താണ് റോളർ കോസ്റ്റർ. ഞാനും നീ ഉണ്ടായില്ലേ, അവിടെ ഞാനും എല്ലാരും കൂടെ ഞങ്ങള് വീഗാലാൻഡ് ടൂർ അതിൽ കയറിയിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോ ഞാനിങ്ങനെ തലകറി ഓടിടാൻ വയ്യ. കാരണം എന്തൊരു സ്റ്റേജ് ഉണ്ട് എനിക്ക്. അവശയായി എന്തെങ്കിലും നടക്കട്ടെ. അങ്ങനെ 2 മണിക്കൂറത്തെ സവാരി ഗിരിക്ക് ശേഷം ഞങ്ങൾ എവിടെ നിന്നാണോ ഞങ്ങൾ കയറ്റി വിട്ടത് അവിടേക്കാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ ശിക്കാരി വെള്ളത്തിലൊക്കെ കയറി ഞങ്ങൾ വന്ന ഒരു ഇൻറ്റൻഷൻ മറന്നുപോയി. ഇതാണ് നമ്മളുടെ കുഞ്ഞുമാവ. ആളുടെ പരിപാടിക്കാണ് നമ്മൾ വന്നത്. നമ്മൾ തന്നെയായിരുന്നു കേട്ടോ ഫസ്റ്റ് എത്തിയിട്ടുണ്ടെന്ന്. വേറെ ആരും വന്നിട്ടില്ല. അവരുടെ കുടുംബക്കാർ പോലെ തന്നെക്കാൾ മുന്നേ നമ്മൾ വന്നവിടെ സ്ഥലം പിടിച്ചു. ഞാൻ മാത്രമല്ല, ഞങ്ങളെക്കാളും മുന്നേ ഞങ്ങൾ വേറെ കൊളീഗ്സാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു നമ്മുടെ സെൻറ്റർ ഓഫ് ദ അട്രാക്ഷൻ കുഞ്ഞുമാവ വന്നു. അതാണ് നമ്മളുടെ കൊളീഗ് ജിതിൻ.
ആൾ കുറച്ച് മൂവീസിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. നിങ്ങൾക്കൊന്ന് തപ്പി നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റും. ആൾ നല്ല ഉറക്കത്തിലായിരുന്നു. എന്തൊരു ക്യൂട്ടാണ്. നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു കൊറിയൻ സ്കിൻ. അങ്ങനെയായിരുന്നു കുട്ടീനെ കാണാനായിട്ട്. അവരുടെ ഫാമിലി മൊത്തം ഇങ്ങനെ വൈറ്റിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് ഭയങ്കര എലഗൻ്റ് ആയിരുന്നു ആ കാണാൻ. അവരുടെ ആ ബാക്കിലത്തെ തീമും ആൻഡ് അവരുടെ ആ ഒരു കോസ്റ്റ്യൂംസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതിനുശേഷം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ബിരിയാണി ആയിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുഴുങ്ങിയ ചിക്കൻ കൊണ്ടുള്ള ബിരിയാണി അത്ര താല്പര്യമില്ല. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ആസ്വദിച്ചാണ് ഞാൻ കഴിച്ചത്. എൻ്റെ അതുപോലെ തന്നെ ഈ ഒരു സാധനം, ഈ ബ്രൗണി ആൻഡ് ഐസ്ക്രീം, ഞാനതൊട്ടും ട്രൈ ചെയ്യാത്ത ഒരാളാണ്. എനിക്ക് മധുരം അധികമായിട്ട് പറ്റില്ല. പക്ഷേ ഇത് ഞാൻ അതും ട്രൈ ചെയ്തു. അത് ഞങ്ങളെ ഹലോ താങ്ക്സ്. യെസ് വി ആർ ഗോയിങ് ടു ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര കാലിയായിട്ടുള്ള ഒരു ട്രെയിനിൽ ഭയങ്കര സമാധാനത്തോടു കൂടി വന്ന് ഞങ്ങൾക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ളൊരു പണി കിട്ടുമെന്ന് അറിയണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെന്നൈ എക്സ്പ്രസ്സിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അത് ചെന്നൈയിലോട്ട് പോകുന്ന ഒരു തീവണ്ടിയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ദൈവമേ, നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. എങ്ങനെയോ അതിൻ്റെ ഉള്ളിൽ കയറി പറ്റി ഇരുന്നുറങ്ങി അവസാനം എറണാകുളത്തെത്തി. കയറി പോലെയല്ല ഞങ്ങൾ ഇറങ്ങിയത്, കണ്ടില്ല മുടിയൊക്കെ ഒരുമാതിരിയായിട്ട്. ഞങ്ങൾ മെട്രോ കയറി ഞങ്ങൾ വീട്ടിലെത്തി. എൻ്റെ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.